മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് അതിന് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. ഇവിടെ വന്നിട്ട് കുറച്ചിങ്ങനെ ദൂരത്തേക്ക് എത്തിയാൽ ഇതുപോലെ അടിപൊളിയായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടി ആടാൻ പറ്റൂട്ടോ. ഓ പൊന്നെ, എന്തൊരു രസ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ്. തൃശ്ശൂർ ജില്ലയിൽ വരവൂര് പഞ്ചായത്തിലെ തളി കൊറ്റുപുറം നടുവട്ടം ഭാഗത്താണ് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം ഉള്ളത് കേട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടം നമ്മൾ അധികം ആരും കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ആ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു വഴിയിലേക്കാണ് എത്തുക കേട്ടോ. പച്ചപ്പും മരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടും എല്ലാം ഉണ്ട്. എന്ത് രസാ നോക്കിയേ, ചെടികളുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒറ്റക്കൊക്കെ വരുമ്പോ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ കാണു കേട്ടോ, അവിടെ നോക്കി ആളുകളൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ കുറെ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് തോന്നുന്നു. നല്ല സൗണ്ട് വെള്ളത്തിൽ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വേഗം പോയിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇവിടുന്ന് നേരെ വെള്ളം നല്ല താഴ്ചയിലേക്കാണ് ചാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനേക്കാൾ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു വഴി പോകാന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു ഗുഹയുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആട്ടോ ഇവിടെ ഉള്ളത്. അവിടെ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പിടിക്കാൻ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതുകൊണ്ട് വിഴാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ ഓരോ പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതവിടെ ഒരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് വീണിട്ടുള്ള മരാന്നൊന്നും അറിയില്ല. നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള മരം കേട്ടോ. നല്ല കാതലുള്ള മരമാണ്. കണ്ടോ എന്തൊരു രസം നോക്കിയേ. നോക്കിയൊക്കെ അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ദൂരം അങ്ങോട്ട് പോയി നോക്കി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. എന്തൊരു രസ. എത്ര പ്രാവശ്യം ഞാനിത് പറയണമെന്ന് അറിയില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് താഴത്തെ ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ കാലൊന്നും സ്ലിപ്പ് ആവാതെ ഇങ്ങനെ ഇറങ്ങണം. അപ്പൊ വഴുക്കലുണ്ടാവും, അത് നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വെള്ളം മൊത്തം വന്ന് വീഴുന്ന ഈ ഒരു ഭാഗത്തോട്ടോ. ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴത്തേക്ക് വീഴാണ്. അതുപോലെ അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്നൊക്കെ കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം പെയിനൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ മേലടിക്കുമ്പോൾ. പിന്നെ ഇവിടെ നിൽക്കുന്നതൊക്കെ അത്യാവശ്യം ഡേഞ്ചറാണ്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വഴുക്കൽ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു നാട്ടിലുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ വിടാതെ നമ്മളിപ്പോൾ കുളിക്കാനുള്ള ഒരു മൂഡിലല്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആ സീനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം ഇവിടെ വന്നിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആളുകളൊക്കെ അവിടെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തെ ഷോട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഇനി പോകുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. ഇവിടെ കാലുകൾ ഇട്ടിരിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളമാണ്. എന്താ പറയുക, പ്യുവർ വാട്ടറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ്. ഇവിടെയൊക്കെ പിള്ളേരെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്? അല്ലേ, സൂപ്പറാണെന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് അതിന് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകളൊക്കെ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. നമുക്ക് ആ ഒരു വഴി പോകാം അല്ലേ, ആ സ്റ്റെപ്പ് ആ ഒരു വഴിയല്ല അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ ഇതിൽ കൂടി പോകാന്ന് പറയുന്നുണ്ട്. അതാവുമ്പോൾ ഒന്നും കൂടി അടുത്താണ് അല്ലേ. അപ്പോൾ ഈ ഒരു വഴി പോവാട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ പിന്നിൽ ആഷിക്കുണ്ട്. അദ്ദേഹം വീഡിയോ വളരെ റിസ്കിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഷോട്ട് നിങ്ങളെ കാണിക്കാന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി വരണം. വെള്ളം വരുന്നതൊക്കെ ഈ ഒരു വഴി കൂടെ അങ്ങനെ ഒഴുകി പോവുകയാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം എന്താ പറയുക വഴുക്കിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അവിടെ ആളുകൾ കുളിക്കുന്നുണ്ട്. അവരെ താഴെ കൂടെ വന്നിട്ടുള്ളവരാ. അതിൽ കൂടെ വരുമ്പോൾ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ ഒരു വഴി കൂടെ അങ്ങനെ പോകുമ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു സേഫ് ആയിട്ടുള്ള പോക്കല്ല. അതുകൊണ്ട് നമ്മൾ നേരെ മുകളിൽ പോയിട്ട് ഇനി കുളി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആളുകളൊക്കെ ഈ ഒരു വഴി ഇങ്ങനെ തേടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലീസ് ഒന്നും ഈ താഴത്തേക്ക് അധികം റിസ്ക് എടുക്കാറില്ല, താഴത്തേക്ക് പോകാറില്ല. പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കല്ലുകളൊക്കെ വഴുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 സ്റ്റെപ്പാണ് നേരത്തെ പറഞ്ഞത്. ഇത് കൂട്ടിയിട്ട് 4 സ്റ്റെപ്പ് ഉണ്ടാവും കേട്ടോ. ഒന്ന് ഈ ഒരു സ്റ്റെപ്പ്, 2 ആളുകൾ നിൽക്കുന്നത്, പിന്നെ 3, 4 അങ്ങനെ 4 സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ ഉള്ളത്. ഇതേപോലെ തന്നെ ആളുകൾ താഴത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് കല്ലുകൾ, വഴുക്കുന്ന കല്ലുകൾ ഉണ്ടാവും. അറിയാതെ അവിടെ ഇവിടെയൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പൊടി പോലും കിട്ടാത്ത രീതിയിലാവും. ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ താഴത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളായിട്ട് വരുന്നത് അവർക്ക് അറിയില്ല ഏത് ഭാഗത്തേക്കാണ് ഇറങ്ങാൻ പറ്റാതിരിക്കാന്നൊക്കെ. ജസ്റ്റ് നമ്മുടെ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴത്തേക്ക് വിടാനുള്ള ചാൻസ് കൂടുതലാണ്.